ഇന്ന് നമ്മൾ ഇന്നത്തെ സത്സംഗത്തിൽ ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ കഥാസാരമാണ് ഒന്ന് നോക്കുന്നത്. എന്താണ് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ അധ്യായമായ നൈമിഷോപാഖ്യാനത്തിൻ്റെ തുടർച്ചയാണ് 2-ാമത്തെ അധ്യായം. ഇവിടെ മഹർഷിമാര് ഉഗ്രശ്രവസ് എന്ന് പറയുന്ന ആ സൂതനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചതൊക്കെ പറഞ്ഞാണ് നമ്മൾ 1-ാമത്തെ അധ്യായം നിർത്തിയത്. അതിന് മറുപടി എന്നോണം സൂതൻ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം തന്നെ ആ മറുപടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുക മഹർഷിയെ ഒന്ന് വണങ്ങിക്കൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ആ വണങ്ങുന്നതിന് അതിമനോഹരമായിട്ടുള്ള ഒരു കഥയെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വണങ്ങുന്നത്. സർവവും ത്യജിച്ച് ശ്രീശുക മഹർഷി വനത്തിലേക്ക് പുറപ്പെടുന്ന ഒരു അവസ്ഥയിൽ ആ ജന്മമുക്തനായിട്ടുള്ള തൻ്റെ പുത്രനെ വ്യാസഭഗവാൻ, തൻ്റെ പുത്രൻ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വളരെ വിരഹാതുരനായിട്ട് അല്ലയോ പുത്ര എന്നുറക്കെ വിളിച്ചു. ആ സമയത്ത് ശ്രീശുക മഹർഷിയിൽ നിന്നും അതിനുള്ള മറുപടിയൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെയുണ്ടായിരുന്ന ആ വൃക്ഷങ്ങൾ ഒന്നാകെ അതിന് പ്രതിധ്വനിയേകിയെന്നാണ്. അതായത് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ആ ഈശ്വരഭാവത്തെ നന്നായി അറിയുകയും അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്തിരുന്നു അതിനോടകം തന്നെ വ്യാസപുത്രനായ ശ്രീശുക മഹർഷി. അങ്ങനെയുള്ള സർവഭൂത ഹൃദയനായ ആ ശ്രീശുക മഹർഷിയെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂതൻ ഈ അധ്യായം തുടങ്ങുന്നത്. തന്നെയല്ല, അവിടെ ശ്രീശുക മഹർഷിക്ക് മറ്റു ചില വിശേഷണങ്ങൾ കൂടി സൂതൻ പറയുന്നുണ്ട്. ഈ സംസാരസാഗരമാകുന്ന തമസ്സിനെ കടക്കുവാൻ ഇച്ഛിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങൾക്ക് സർവപുരാണങ്ങളുടെയും തത്വം അത് ആരാണോ അരുളി ചെയ്യുന്നത്, അങ്ങനെയുള്ള ആ ശ്രീശുക മഹർഷിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് സൂതൻ ശ്രീശുക മഹർഷിയെ നമസ്കരിക്കുന്നത്. അതിനുശേഷം നരോത്തമനായിട്ടുള്ള നാരായണനെയും വ്യാസഭഗവാനെയും വാണീദേവിയെയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്നോണം മഹർഷിമാരോടായിട്ട് സൂതൻ പറഞ്ഞു തുടങ്ങുകയാണ്. അല്ലയോ മഹർഷിമാരെ, നിങ്ങൾ എന്നോട് ചോദിച്ചത് ആത്മപ്രസാദ കാരണമായിട്ടുള്ള ശ്രീകൃഷ്ണ ചരിതമാണല്ലോ പ്രധാനമായിട്ടും. അത് ആ കഥ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചത് തന്നെ വളരെയേറെ എന്നിൽ സന്തോഷമുളവാക്കുന്നു. ഹേതുവില്ലാത്തതും തടസ്സമില്ലാത്തതും അതേപോലെ തന്നെ മനസ്സിന് സന്തോഷപ്രദവുമായിട്ടുള്ള ഭക്തി
ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഉണ്ടാക്കുന്ന ധർമ്മം ഏതാണോ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ധർമ്മം. അപ്പോൾ മഹർഷിമാർ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആദ്യമേ കൊടുത്തത്. എന്താണ് മഹത്തരമായിട്ടുള്ള ധർമ്മം? ഭഗവാൻ വാസുദേവനിൽ നാം ഭക്തിയോടുകൂടി ബദ്ധരാവുകയാണെങ്കിൽ സൂക്ഷ്മജ്ഞാന ഹേതുകമായിട്ടുള്ള വിരക്തി നമ്മളിലൊക്കെ ഉണ്ടാകും. ഇനി അങ്ങനെ വിധിപ്രകാരം സർവധർമ്മങ്ങളും അനുഷ്ഠിച്ചിട്ടും ഭഗവത് ഭക്തി ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്ത സർവയത്നവും നിഷ്ഫലമാണ് എന്നുകൂടി അവിടെ ഒന്ന് സൂതൻ സൂചിപ്പിച്ചു. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ധർമ്മം? എന്തിന് ധർമ്മം അനുഷ്ഠിക്കണമെന്ന് ചോദിച്ചാൽ മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ധർമ്മം. ഈ മുക്തി നേടണമെങ്കിലാകട്ടെ ധർമ്മം വേണമെന്ന് പറഞ്ഞു. എന്നാൽ ധർമ്മമാകട്ടെ അർത്ഥം കൊണ്ട് നേടുവാൻ കഴിയാത്തതുമാണ്. ഇനി അർത്ഥം എന്തിനാണെന്ന് ചോദിച്ചാൽ അത് കാമത്തിന് വേണ്ടിയിട്ടല്ല, ധർമ്മത്തിന് വേണ്ടി മാത്രമാണ് എന്നുകൂടി പറയുന്നു. കാരണം മോക്ഷപര്യന്തമായിട്ടുള്ള ധർമ്മം നേടുന്നതിന് ധനം അശക്തമാണ്. നമ്മുടെയൊക്കെ അസ്തിത്വത്തിന് ഹേതുവായിട്ടുള്ള കാമം അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അത് ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ അത് ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം കാമത്താലുള്ള ഇന്ദ്രിയ പ്രീതി എന്ന് പറയുന്നത് അത് ജീവിക്കുന്നത് വരെയേ ഉള്ളൂ. അതിന് നമ്മുടെ ശരീരം വഴങ്ങുന്നത് വരെ, നമ്മുടെ കണ്ണും കാതും ഒക്കെ വഴങ്ങുന്നത് വരെ അതെന്നും ഒരേപോലെ ക്രിയാത്മകമാവുകയുമില്ല. കണ്ണിൻ്റെ കാഴ്ച കുറയാം, കാതുകൾക്ക് ശക്തി കുറയാം. അപ്പോൾ ഇതൊക്കെ ഈ ശരീരത്തിലെ ഓരോ ഇന്ദ്രിയവും അത് വർത്തിക്കാൻ യോഗ്യമാവുന്ന ഒരു കാലം വരേക്ക് മാത്രമേ ഇന്ദ്രിയപ്രീതി അല്ലെങ്കിൽ കാമം അതിന് നിലനിൽപ്പുള്ളൂ. ജീവിതമാകട്ടെ കർമ്മം ചെയ്യുവാനുള്ളതല്ല, ശരിയായ തത്വത്തെ അറിയുവാനുള്ളതാണ് ജീവിതം. തത്വം എന്ന് പറയുമ്പോൾ അത് അദ്വയജ്ഞാനമാണ്. രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന് അറിയുന്നതാണ് ശരിയായ അറിവ്, തത്വം എന്ന് പറയുന്നത്. പ്രകൃതിയും പുരുഷനുമൊക്കെ ഒന്ന് തന്നെയാണെന്ന തിരിച്ചറിവ്, ബ്രഹ്മവും പരമാത്മാവും ഭഗവാനും ഒക്കെ ഒരേ ഒരു പൊരുൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവ്. സാധാരണ മഹർഷിമാരൊക്കെ ഭക്തി കൊണ്ട് തന്നെ ജ്ഞാനവൈരാഗ്യ ശ്രദ്ധയുള്ളവരായി തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ നാഥനായിട്ടുള്ള ആ ശ്രീഹരി ഭഗവാന്റെ കഥകള് കേൾക്കപ്പെടേണ്ടതാണ്, ധ്യാനിക്കപ്പെടേണ്ടതാണ്, കീർത്തിക്കപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ പൂജിക്കപ്പെടേണ്ടതുമാണ്. കാരണം അത് ഈ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് നന്നായി ചെയ്യാവുന്ന ഒരു കർമ്മമാണത്. മുക്തി ഹേതുകമാണത് ഭഗവത് കഥാശ്രവണം എന്ന് പറയുന്നത്. തന്നെയുമല്ല, ഭഗവാന്റെ കഥ കേട്ടാൽ അത് എല്ലാ കർമ്മവാസനയെയും അറുത്തുമാറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു തീർത്ഥാടനത്തിന് പോകുമ്പോൾ മാത്രമല്ല, സത്സംഗങ്ങളിൽ മാത്രമല്ല, വിവേകികൾ എപ്പോഴും ആ വാസുദേവ കഥാമൃതത്തെ നുണഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തൽപരരായി ഭവിക്കുന്നു.
ഇങ്ങനെ ഈ പുണ്യകഥാശ്രവണ കീർത്തനനായ ഭഗവാൻ തൻ്റെ കഥകളെ ആരാണോ സദാ കേൾക്കുകയും ധ്യാനിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അവരുടെ വാസനകളെ തന്നെ ഭഗവാൻ തന്നെ നേരിട്ടങ്ങ് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. കാരണം സർവ്വതിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ പരമമായ ആനന്ദത്തെ കിട്ടുന്ന കഥാശ്രവണത്തിലൂടെ മറ്റ് കർമ്മങ്ങളോടുള്ള ആസക്തി മനുഷ്യരിൽ ഇല്ലാതെയാകുന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഉത്തമരായിട്ടുള്ള സജ്ജനങ്ങളിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തിയും ഉണ്ടായി വരും. ഇങ്ങനെ കാമലോഭാദിയും രജസ്തമസ്സുകളും ഒക്കെ നശിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ, നാം പോലും അറിയാതെ ആ സത്വഗുണമൊക്കെ അങ്ങനെ വർദ്ധിച്ചു വരുന്നു. അതുപോലെ ഭഗവത് ഭക്തി യോഗത്തിലൊക്കെ വളരെയേറെ താല്പര്യമുണ്ടാകുന്നു, ഹൃദയം പ്രസന്നമാകുന്നു, നമ്മുടെ ഉള്ളിൽ ഭഗവത് തത്വവിജ്ഞാനമൊക്കെ ഉദിക്കുന്നു, അഹങ്കാരം നശിക്കുന്നു. തന്നെയല്ല പലതരത്തിലുള്ള സംശയങ്ങളാണ് നമുക്കൊക്കെ. അങ്ങനെയുള്ള സർവ്വശങ്കയും നമ്മളിൽ നിന്നും ഇല്ലാതെയാകുന്നു. നമുക്കൊക്കെ എല്ലാ കർമ്മങ്ങളും, പ്രത്യേകിച്ചും ആത്മീയമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഭയമാണ്. അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ, ദിക്കുകൾ നോക്കിയിട്ട് എല്ലാ ദിക്കുകൾക്കും എല്ലാ കർമ്മങ്ങൾക്കും അതീതനായ ഭഗവാനെ എല്ലാ കർമ്മങ്ങളും എല്ലാ ദിക്കുകളും സമർപ്പിച്ച് പൂജിക്കുമ്പോഴാണ് ഭഗവാൻ പ്രസന്നനാവുന്നത്. കാരണം ഇതിനൊക്കെ അതീതമായിട്ടുള്ള ആ ശക്തിയെ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സംശയങ്ങളുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ പെട്ടുപോകുന്നത്. അപ്പോൾ ശരിയായ ഈ തത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ശങ്കകളെല്ലാം നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു. ഈ ശങ്കകളാകട്ടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് രജോ ഗുണമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ശങ്കകളാകുന്ന തമോ ഗുണങ്ങൾ. ഇതൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ സത്വഗുണം താനെ ദൃശ്യമാകുന്നു. അതില്ലാതെ ഇരിക്കുകയല്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ 3 ഗുണങ്ങളും ഉണ്ട്. സത്വ രജസ് തമോ ഗുണങ്ങളൊക്കെയും ഉണ്ട്. പക്ഷേ പലപ്പോഴും രജസ് തമോ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ട്, അല്ലെങ്കിൽ അതിനനുസൃതമായ കർമ്മങ്ങളിൽ സദാ വ്യാപൃതരാകുന്നത് കൊണ്ട് സത്വഗുണം പലപ്പോഴും അറിയപ്പെടാതെ പോകുന്നു, തെളിഞ്ഞു കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സത്വഗുണം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുമ്പോൾ സത്വസ്വരൂപനായിട്ടുള്ള, ശുദ്ധസത്വസ്വരൂപമായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ ഭക്തരിൽ അങ്ങനെ മംഗളങ്ങളും വർഷിച്ചു തുടങ്ങും. അതിന് നല്ലൊരു ഉദാഹരണം ഇവിടെ പറയാറുണ്ട്. ഈ വൃക്ഷങ്ങളുടെ കമ്പുകളൊക്കെ ഇങ്ങനെ പരസ്പരം കൂട്ടിയൊരച്ച് മഥനം ചെയ്ത് കഴിയുമ്പോൾ ആദ്യം പുകയുണ്ടാവും, അതിനുശേഷമാണ് അഗ്നി ഉണ്ടാകുന്നത്. ഇതുപോലെയാണത്രേ തമസിൽ നിന്ന് രജസ്സും ആ രജസ്സിൽ നിന്നും പിന്നീട് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള സത്വഗുണവും ഉണ്ടാകുന്നത്. ഇങ്ങനെ ആ പരബ്രഹ്മ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിൽ അനുഭവിപ്പിക്കുന്ന സത്വ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നതിന് പണ്ട് തന്നെ, അതുകൊണ്ടാണ് പല മഹർഷിമാരും ജ്ഞാനികളൊക്കെയും ആ ശുദ്ധസത്വ സ്വരൂപമായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാനെ ഭജിച്ചിരുന്നത്. അത് ഈ ഒരു ഭജനം കൊണ്ട് തന്നെ, ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ട ശ്രേയസ്സും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. തന്നെയല്ല, മോക്ഷം ഇച്ഛിക്കുന്ന ഭക്തർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും വാസുദേവ കഥാശ്രവണവും പാരായണവും മനനം ചെയ്യലും വാസുദേവ പൂജയും വാസുദേവ കീർത്തനവും ഒക്കെയാണ്. അതിപ്പോൾ ഏത് അവതാരങ്ങളുടെ എടുത്താലും, ഭഗവാന്റെ ഏത് ലീലയിലാണെങ്കിലും ഭഗവാൻ ഈ ഒരു തത്വത്തെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ കീർത്തിക്കുന്നതും മനനം ചെയ്യുന്നതും ഒക്കെ ഏത് അവതാരത്തെ വേണമെങ്കിലും ആകാം, എല്ലാം
ഒന്ന് തന്നെയാണ്. അത് ശ്രീകൃഷ്ണാവതാരമാകുമ്പോൾ പൂർണ്ണാവതാരമായതിൻ്റെതായിട്ടുള്ള ഒരു പൂർണ്ണത നമുക്ക് അനുഭവപ്പെടുന്നുവെന്ന് മാത്രം. ഒരു വരാഹാവതാരത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ, കീർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിലുമൊക്കെ എത്രയോ ആനന്ദം. മനുഷ്യനായി പിറന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ, ലീലകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതിന് കാരണം അത് കുറച്ചുകൂടി മാനുഷികമായി തലത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് അറിയുവാൻ അല്ലെങ്കിൽ ആസ്വദിക്കുവാൻ കുറച്ചുകൂടി എളുപ്പമാകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ആ വാസുദേവ പരമാണ് ഇവിടെ എല്ലാം തന്നെ. വാസുദേവ പരമാണ് വേദങ്ങൾ, വാസുദേവ പരമാണ് യാഗങ്ങൾ, വാസുദേവ പരമാണ് എല്ലാ യോഗങ്ങൾ, അതേപോലെ തന്നെ വാസുദേവ പരമാണ് എല്ലാ ക്രിയകളും, എല്ലാ കർമ്മങ്ങളും, എല്ലാ ജ്ഞാനവും, എല്ലാ തപസ്സും, എല്ലാ ധർമ്മവും, ആത്യന്തികമായി മോക്ഷവും വാസുദേവ പരം തന്നെയാണ് എന്നുകൂടി സൂതൻ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തൻ്റെ മായ കൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ച ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ എല്ലാ ഗുണങ്ങളിലും ഭഗവാനുണ്ട്. ഒരേ തീയ് പല വിറകില് പല രീതിയിൽ പ്രശോഭിക്കുന്നത് പോലെ പല ഗുണങ്ങളിലൂടെ അത് ശോഭിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. പല ഗുണങ്ങളിലൂടെ മനുഷ്യരെ അവരുടെ പൂർവജന്മ കർമ്മവാസനയനുസരിച്ച് കർമ്മം ചെയ്യിക്കുന്നതും ധർമ്മം ചെയ്യിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഇത് മനുഷ്യരിൽ മാത്രമല്ല, ദേവന്മാരിലും പക്ഷികളിലും വൃക്ഷലതാദികളിലും മൃഗങ്ങളിലും ഒക്കെയും നമുക്കിത് കാണുവാൻ കഴിയും. ആ വാസുദേവന്റെ സാന്നിധ്യം എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെക്കുറിച്ച്, അങ്ങനെ എന്താണ് ധർമ്മമെന്നും അതെന്തിനു വേണ്ടിയാണെന്നും കൂടി ഈ ഒരു അധ്യായത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മഹർഷിമാർക്ക് സൂതൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ രണ്ടാമത്തെ അധ്യായം വ്യാസഭഗവാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി അവതാരങ്ങളുടെ കൂടുതൽ വിശദമായ തലങ്ങളെക്കുറിച്ച് പറയുന്നത് മൂന്നാമത്തെ അധ്യായത്തിലാണ്. നമുക്ക് ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച ഈ വാക്കുകളൊക്കെയും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ നിർത്താമെന്ന് കരുതുന്നു. രണ്ടാമത്തെ അധ്യായത്തിലെ ഈ പറഞ്ഞ ഓരോ ധർമ്മബോധ ശ്ലോകങ്ങളും നമുക്ക് അടുത്ത സത്സംഗം മുതൽ ഓരോരോ ശ്ലോകങ്ങളിലൂടെ നമുക്ക് അർത്ഥവിചാരം ചെയ്ത് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ പറയിപ്പിച്ച എല്ലാ വാക്കുകളും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ.